സർ, ബി.ജെ.പി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് കണ്ണൂരിലേക്കാണ് എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കാരണം കണ്ണൂരിൽ ഏത് രീതിയിലൊക്കെയാണ് ബി.ജെ.പിക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുക എന്നതാണ് അവർ അന്വേഷിക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗമായിട്ടാവണം രണ്ടാഴ്ചകൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തുൾപ്പെടെ ബി.ജെ.പി വലിയൊരു സർവേ നടത്തിയിരുന്നു. ജനഹിതം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ സർവേ. ഏത് രീതിയിൽ വികസനം മുന്നോട്ട് പോകുന്നു, ആരെയാണ് സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കുന്നത്, ഏത് രീതിയിലുള്ള ഒരു ഭരണമാണ് വേണ്ടത്, അങ്ങനെ പല ചോദ്യങ്ങളാണ് വീടുകൾ, പഞ്ചായത്തുകൾ ഉൾപ്പെടെ സ്കൂളുകളിൽ ടീച്ചർമാരോട് പോലും പോയി ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇത്തരത്തിലൊക്കെ ബി.ജെ.പി കണ്ണൂർ കൂടുതൽ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം നമുക്കറിയാം സദാനന്ദൻ മാഷിന്റെ കൂടി മണ്ഡലമുള്ള ഒരു ജില്ല കൂടിയാണ്. ഇത്തരത്തിൽ സദാനന്ദ മാഷിന്റെ നേതൃത്വത്തിൽ വലിയൊരു സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവാൻ കണ്ണൂരിൽ ബി.ജെ.പി ശ്രമം നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഈ കേൾക്കുന്നതൊക്കെ ശരിയാണ്? അതെ, നീതു അതിന്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഒരു വാർത്തയ്ക്ക് അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂര് രക്തസാക്ഷി ജില്ലകളാണ്, അല്ലെ, രക്തസാക്ഷി ജില്ലയാണത്. രണ്ട് പാർട്ടികളെ, പ്രത്യേകിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം രക്തസാക്ഷികളുടെ ജില്ലയാണ്. ഒരുപാട് അല്ലെ, ഓരോ ഗ്രാമങ്ങളും എടുത്തു നോക്കുക, രക്തസാക്ഷികളില്ലാത്ത കുടുംബങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളും മറ്റേ ആശ്രിതരും ഇല്ലാത്ത കുടുംബങ്ങളില്ല അവിടെ. വളരെ സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ കൊലപാതകങ്ങളും മറ്റും നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എത്രയെത്ര അനശ്വരരായ, അങ്ങനെ രക്തസാക്ഷിത്വത്തിന്റെ പരിവേഷത്തിൽ അനശ്വരരായ ഒരുപാട് സഖാക്കളെ രണ്ടിടത്തുമുണ്ട്. അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. BJP-ക്ക് RSS-ലും അതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ കണ്ണൂർ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും വളരെ സജീവമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ചർച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാര്, ഇപ്പം മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഒഴിച്ചു കഴിഞ്ഞാല്, കോട്ട അല്ലെങ്കിൽ EMS-നെ ഒക്കെ വിട്ടു കഴിഞ്ഞാല് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. അവരുടെ വരുന്ന നേതാക്കന്മാർ, ഇപ്പൊ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ രണ്ടാം നിരയിൽ ഉയർത്തപ്പെടുന്ന നേതാക്കന്മാരെല്ലാം കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ഗ്രാമങ്ങളും പാർട്ടി കുടുംബങ്ങളും പാർട്ടിക്ക് വളരെ ശക്തമായ വേരോട്ടമുള്ള ജില്ലയും കൂടാണ്. അതുകൊണ്ടാണ് അവരുടെ ലിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത്.